അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈനൽ മൊമെന്റ് കണ്ടുപിടിച്ചിട്ട് BMD വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതില് EI വാല്യൂ നമുക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ എല്ലാം സെയിം ആയിട്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ടിടത്തും EI സെയിം ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റൈസേഷൻ. AB എന്ന് പറഞ്ഞൊരു പോർഷൻ, BC എന്ന് പറഞ്ഞൊരു പോർഷൻ രണ്ട് എലമെന്റ് ആയിട്ട് കാണിച്ചു. എലമെന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ബോക്സിന്റെ അകത്താണ്. എലമെന്റ് നമ്പർ 1, എലമെന്റ് നമ്പർ 2, അതായത് AB എന്ന് പറയുന്ന എലമെന്റ് നമ്പർ 1, BC എലമെന്റ് നമ്പർ 2, അതിലുള്ള ഇന്റേണൽ കോർഡിനേറ്റ്സ് 1, 2, 3, 4 എല്ലാം ക്ലോക്ക് വൈസിൽ കാണിച്ചു. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 1 കംപ്ലീറ്റഡ്. അടുത്ത കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫിക്സ്ഡ് എൻഡിൽ യാതൊരുവിധ മൂവ്മെന്റും അലോ ചെയ്യില്ല. ഹിഞ്ച് സപ്പോർട്ടിൽ റൊട്ടേഷൻ അലോ ചെയ്യും. ഓക്കെ, അതുപോലെ റോളർ സപ്പോർട്ടിൽ റൊട്ടേഷനും ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലോ ചെയ്യുമെങ്കിലും ആസ് എ ഹോൾ ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇവിടെ ഈ എൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഹൊറിസോണ്ടലി മൂവ് ചെയ്യില്ല. അപ്പം റൊട്ടേഷൻ മാത്രമേ റോളർ സപ്പോർട്ടിൽ വരുള്ളൂ. അപ്പൊ ഹിഞ്ച് സപ്പോർട്ട് ആണെങ്കിലും റോളർ സപ്പോർട്ട് ആണെങ്കിലും ഒരുപോലെ തന്നെയാണ്. അപ്പൊ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി വരുന്നത് ബിക്കും സിക്കും അലോങ് ആയിട്ട് റൊട്ടേഷന്റെ കോർഡിനേറ്റ്സ് ആണ്, അതിന് അലോങ് ആയിട്ടാണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, ബിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ തീറ്റ ബിയും സിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ തീറ്റ സിയു ആണ്. ഓക്കെ, ദാറ്റ് വിൽ ബി അലോങ് R1 ആൻഡ് R2 എന്ന് പറയുന്ന കോർഡിനേറ്റ്സിന് അലോങ് ആയിട്ടായിരിക്കും. ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ കോർഡിനേറ്റ്സ്. സ്റ്റെപ്പ് നമ്പർ 2 കംപ്ലീറ്റഡ്. തേർഡ് സ്റ്റെപ്പ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്, ഇക്വലന്റ് ജോയിന്റ് ലോഡ്, അനാലിസിസ് സ്ട്രക്ചർ ആൻഡ് ലോഡ് മെട്രിക്സ്. അപ്പം ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഫുൾ സ്പാൻ യൂഡിയലും എക്സെൻട്രിക് ആയിട്ട് ഒരു പോയിന്റ് ലോഡും ആണ്. ഫുൾ സ്പാൻ യൂഡിയൽ ആണെങ്കിൽ WL²/12 ആണ്. MFAB മൈനസിലും MFBA പ്ലസ് WL²/12 ആണ്. അതേപോലെ MFBC എക്സെൻട്രിക് ആയതുകൊണ്ട് WAB²/L² ദാറ്റ് ഈസ് മൈനസ് MFCB WBA²/L². ഓക്കെ, അപ്പൊ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ മെട്രിക്സ് അല്ലെങ്കിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ വെക്ടർ എഴുതാൻ പറ്റും. ഈ കാണുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് നമുക്ക് കിട്ടുന്നു. അത് അതേ ഓർഡറിൽ എടുത്ത് എഴുതിയതാണ്. 10 - 10.417, 10.477, 417, 28.125 മൈനസ് 9.375. ഓക്കെ, അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വലന്റ് ജോയിന്റിലോടേക്ക് പോവാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എക്സ്റ്റേണൽ അതായത് കോർഡിനേറ്റിൽ ഓൾറെഡി അല്ലെങ്കിൽ ജോയിന്റിൽ ഓൾറെഡി ഉള്ള ആ സ്ട്രക്ചറിൽ ജോയിന്റിലുള്ള ലോഡിനെ ഫസ്റ്റ് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 10 kN എന്ന് പറഞ്ഞ മൊമെന്റ് ഞാൻ ഫസ്റ്റ് മാറ്റി വെച്ചു. രണ്ട് എൻഡ് ഫിക്സ്ഡ് ആയിട്ട് എടുത്തു, ABBC. അതിൽ ആക്ട് ചെയ്യുന്ന ലോഡുകൾ കാണിച്ചു. അടുത്ത റിസ്ട്രെയിൻഡ് സ്ട്രക്ചർ വരച്ചു, അതായത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ വാല്യൂസ് മാർക്ക് ചെയ്തിട്ട് റിസ്ട്രെയിൻഡ് സ്ട്രക്ചർ വരച്ചു. ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് വാല്യൂസ് വെച്ചിട്ട്. ഇനി ഇക്വലന്റ് ജോയിന്റ് ലോഡ് എന്ന് പറയുമ്പോൾ അതിനെ ജസ്റ്റ് റിവേഴ്സ് ചെയ്തു, ഡയറക്ഷൻ ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്തു. ആന്റി ക്ലോക്ക് വൈസ് ഉള്ളത് ക്ലോക്ക് വൈസ് ആയിട്ടും ക്ലോക്ക് വൈസ് ഉള്ളത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ചേഞ്ച് ചെയ്ത് ഇക്വലന്റ് ജോയിന്റ് ലോഡ് എഴുതി. അതിനുശേഷം കമ്പൈൻ ചെയ്തു, നമ്മൾ ക്വസ്റ്റിലുള്ള പോലെ തന്നെ ഈ എൻഡ് ഫിക്സ്ഡും ഹിഞ്ചും റോളറും ആയിട്ടുള്ള സപ്പോർട്ട്സ് ആക്കി മാറ്റിയിട്ട് ഞാൻ ഓരോ ജോയിന്റിലുള്ളത് ആഡ് ചെയ്തു. A എന്ന് പറയുന്നതിൽ ഈ വാല്യൂ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതി. B എന്ന് പറയുന്ന സപ്പോർട്ട് കോമൺ ആണ്, അല്ലെങ്കിൽ ജോയിന്റ് കോമൺ ആണ്. അപ്പൊ രണ്ട് മൊമെന്റ്സും ഓക്കെ, രണ്ട് പോർഷനിലേക്ക് വരുന്ന മൊമെന്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് വലുതിന്റെ സിമ്പിൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് 28 ആക്ട് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇട്ടിട്ട് 28.125 എന്ന് 10.417 മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ. അതേപോലെ ഇവിടെ 9.375 ആണ് C എന്ന് പറയുന്ന ജോയിന്റിൽ വരുന്ന മൊമെന്റ്. അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യനിൽ 10 kN മൊമെന്റ് ഉണ്ട് ക്ലോക്ക് വൈസിൽ. അപ്പൊ 10 നിന്ന് 9.375 കുറച്ചിട്ട് ക്ലോക്ക് വൈസിലായിരിക്കും അവിടെ വാല്യൂ വരുന്നത് 0.625. കമ്പൈൻ ജോയിന്റ് ലോഡായി. അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറയുന്ന റിസ്ട്രെയിൻഡ് ആയി പോകുന്ന ലോഡുകളൊക്കെ റിമൂവ് ചെയ്യുക. അപ്പൊ ഇതിൽ ഫിക്സ്ഡ് എൻഡ് A ആണ്. അപ്പൊ എയിൽ മൊമെന്റ് ആക്ട് ചെയ്താൽ അത് റിസ്ട്രെയിൻഡ് ആയി പോകും, അപ്പൊ അത് ഒഴിവാക്കി. ബാക്കി രണ്ടും റിസ്ട്രെയിൻഡ് ആയി പോകുന്നില്ല, അത് രണ്ടും നമ്മൾ അനാലിസിസ് സ്ട്രക്ചറിൽ കാണിച്ചു. അനാലിസിസ് സ്ട്രക്ചറിൽ വരുന്ന ലോഡുകളാണ് ലോഡ് മെട്രിക്സിൽ വരുന്നത്. അപ്പൊ P എന്ന് പറയുന്നത് 17.708 ആൻഡ് 0.625 രണ്ടും ക്ലോക്ക് വൈസിലായതുകൊണ്ട് പ്ലസിൽ എഴുതി. സ്റ്റെപ്പ് നമ്പർ 3 കംപ്ലീറ്റഡ്. സ്റ്റെപ്പ് നമ്പർ 4 എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഓഫ് ദ സ്ട്രക്ചർ. എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഒരു എലമെന്റിൽ രണ്ട് മൊമെന്റിന്റെ കോർഡിനേറ്റ്സ് ആണെങ്കിൽ EI/L 4224 ആണ്. അത് ഓരോ എലമെന്റ്സിന്റെതും ഈ രീതിയിൽ എഴുതി അത് കമ്പൈൻ ചെയ്ത് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഓഫ് ദ സ്ട്രക്ചർ ആക്കി മാറ്റി ഡയഗണലി നമ്മൾ എഴുതി. ഓക്കെ, അതായത് KS is equal to KE1 ആൻഡ് KE2. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ഡയഗണലി എഴുതിയതാണ് ഇവിടെ കാണുന്ന KS. അടുത്ത സ്റ്റെപ്പ് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ്.
അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോർഡിനേറ്റിന് അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തിട്ട് മറ്റുള്ള കോർഡിനേറ്റ്സിലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആക്കി വെച്ചു. എന്നിട്ട് ഇന്റേണൽ കോർഡിനേറ്റ്സിലെ ഡിസ്പ്ലേസ്മെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇന്റേണൽ കോർഡിനേറ്റില് ഫസ്റ്റ് കോർഡിനേറ്റ് ഇന്റേണൽ കോർഡിനേറ്റ് നമ്പർ 1 0 ആണ് ഡിസ്പ്ലേസ്മെന്റ്, സെക്കൻഡ് കോർഡിനേറ്റിൽ 1, തേർഡ് കോർഡിനേറ്റിൽ 1, ഫോർത്ത് കോർഡിനേറ്റിൽ 0. ഓക്കെ, അതായത് ബി എന്ന് പറയുന്ന ജോയിന്റിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോൾ അത് ബി എ പോർഷനിലും ബി സി പോർഷനിലും യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ടുവരും ഇന്റേണൽ കോർഡിനേറ്റിൽ. ഇപ്പൊ 0 1 1 0, അതായത് ഫസ്റ്റ് കോർഡിനേറ്റ്, സെക്കൻഡ് കോർഡിനേറ്റ്, തേർഡ് കോർഡിനേറ്റ്, ഫോർത്ത് കോർഡിനേറ്റ്, അതേ ഓർഡറിൽ തന്നെ ഇന്റേണൽ കോർഡിനേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് എഴുതിയതാണ്. അടുത്ത കേസ് 2 സെക്കൻഡ് കോർഡിനേറ്റ് ലോഡ് എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുന്ന കോർഡിനേറ്റ് സി എന്ന് പറയുന്ന ജോയിന്റിലാണ്. ഇവിടെ ക്ലോക്ക് വൈസിലാണ് കോർഡിനേറ്റ് ഉള്ളത്. അതിന് അലോങ് ആയിട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തു. ഓക്കെ, മറ്റുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് എല്ലാം 0 ആക്കി വെച്ചിട്ട് ഓക്കെ കോർഡിനേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആക്കി വെച്ചിട്ട് ഇന്റേണൽ കോർഡിനേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. 0 0 0 ആൻഡ് 1 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആൽഫ മെട്രിക്സ് 0 1 1 0 0 0 0 1. ഓക്കെ, അടുത്തത് സ്ട്രക്ചർ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആൽഫ ട്രാൻസ്പോസ് കെ എസ് ഇൻറ്റു ആൽഫ. എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൽഫ ട്രാൻസ്പോസ് ഇത് നമ്മൾ റോയും കോളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തതാണ്. ഇപ്പൊ 0 1 1 0 0 0 0 1 ആണ് ആൽഫ ട്രാൻസ്പോസ്. കെ എസ് നമുക്ക് ഓൾറെഡി കിട്ടി, ആൽഫ ഇവിടെ ഉണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ ഇസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു 1.8 0.5 0.51 എന്നുള്ള രീതി കിട്ടും. അടുത്ത ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്, സിസ്റ്റം ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് കണ്ടുപിടിക്കുക. ഡെൽറ്റ ഇസ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് പി. ഓക്കെ, അപ്പം കെ ഇൻവേഴ്സ് കെ നമുക്ക് ഇവിടെ ഉണ്ട്. കെ ഇൻവേഴ്സ് പി എന്നുള്ളത് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ഇ ഐ ഇവിടെ പുറത്തുള്ളതുകൊണ്ട് 1/e ഞാൻ പുറത്തെടുത്തു. ഓക്കെ, ഇൻവേഴ്സ് ആകുമ്പോൾ 1/e എന്നാവും. അപ്പൊ കെ ഇൻവേഴ്സ് ഇൻറ്റു പി കാൽക്കുലേറ്ററിൽ ചെയ്താൽ 1/e 11.22 4.98 എന്നുള്ള രീതിയിൽ മൈനസിൽ നമുക്ക് കിട്ടും. അടുത്ത ഫൈനൽ എൻഡ് മൊമെന്റ് എം എ ബി എം ബി എം ബി സി എം സി ബി ആണ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. കെ എസ് ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ പ്ലസ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. എല്ലാ വാല്യൂസും നമുക്കറിയാം, മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5.933 19.385 -19.385 10 എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഈ റേഞ്ചിൽ പോയിന്റ്സ് ചെറിയ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല, ഈ ഒരു റേഞ്ചിൽ വരും. ഇനി നമ്മൾ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനേ ഉള്ളൂ. ഇത് എം എ ബി എം ബി എ എം ബി സി ആൻഡ് എം സി ഡി. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഫൈനൽ എൻഡ് മൊമെന്റ് വെച്ചിട്ടുള്ള ഡയഗ്രാം വരച്ചു. അതായിരിക്കും നമ്മുടെ ബേസ് ലൈൻ. പിന്നെ ഫ്രീ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് സ്പാൻ എ ബിയിലെ WL²/8, സ്പാൻ ബി സിയിലെ WAB/L, ആ വാല്യൂസ് നമ്മൾ ഇവിടെ കാണിച്ചു. ഇത് UDL ആയതുകൊണ്ട് മാക്സിമം വാല്യൂ സെന്ററിലാണ്. ഓക്കെ, അപ്പൊ പാരബോളിക് ആയിട്ട് സെന്ററിൽ മാക്സിമം വരുന്ന രീതിയിൽ നമ്മൾ വരച്ചു. 15.625. അടുത്ത സ്പാനില് വാല്യൂ 37.5 ആണ്. ഇവിടെ പോയിന്റ് ലോഡ് ആയതുകൊണ്ട് ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ മാക്സിമം മൂവ്മെന്റ്, ദാറ്റ് ഈസ് 37.5. ലോഡ് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് പോയിന്റിൽ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തു വരച്ചു. നമ്മളെ ബേസ് ലൈൻ ഫസ്റ്റ് വരച്ചിരിക്കുന്ന ഈ വാല്യൂസ് പ്രകാരം വരച്ചിരിക്കുന്നതാണല്ലോ ബേസ് ലൈൻ. അതിന്റെ മുകളിൽ വരുന്നത് പ്ലസ്, താഴെ വരുന്ന മൈനസ് ഷെയ്ഡ് ചെയ്യുക. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഈസ് കംപ്ലീറ്റഡ്.